ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ രീതിയിൽ ചെമ്മീനും നല്ല ഫ്രഷ് ചെമ്മീനും മാങ്ങയും കൂടെ നല്ല തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാട്ടോ. നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ ഫ്രഷ് ചെമ്മീൻ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 2 മീഡിയം സൈസുള്ള മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുപോലെ ഒരു മുറി തേങ്ങയും ഒരു 4 കഷ്ണം മാങ്ങയും കൂടി ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാനുള്ളതാട്ടോ തേങ്ങ. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യമേ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അല്ലെങ്കിൽ ഒരു ചട്ടി, നല്ല മൺചട്ടി ആണെങ്കിൽ മൺചട്ടി, ഞാനാണെങ്കിൽ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമായിട്ട് എടുത്തിരിക്കുന്നത്, ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അടുപ്പിൽ വെച്ചു. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒനിയൻ ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് ഒനിയൻ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒനിയൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഒന്ന് വാടി വന്നവരേക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നല്ല വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ ഒനിയൻ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒനിയനും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇവിടെ കിടന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും മാങ്ങയും നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അതേ മാങ്ങയും തേങ്ങയും എടുത്തിട്ടുണ്ട്. നമ്മളൊരു 4-5 പീസ് മാങ്ങ ഇട്ടിട്ടുള്ളൂ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് അരച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല വടിയനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ മാങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവോളയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്ത് നമുക്ക് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ആ പച്ചമണം മാറും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമാങ്ങ, നല്ല അത്യാവശ്യം പുളിയൊക്കെ ഉള്ള മാങ്ങയാണ്, നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ആ മാങ്ങയിലോട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കുറച്ച് നേരം ഒരു 2-3 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വടിയനെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും ഒരു 4-5 പീസ് മാങ്ങ കഷ്ണം കൂടിയാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത്. അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാർ ഒന്നും കൂടെ ഒന്ന് കഴുകി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു വട്ടം ഒന്ന് കഴുകി ഒഴിച്ചു. ഇനി കുറച്ചും കൂടെ ഒന്നും കൂടെ ഒന്ന് കഴുകി നമുക്ക് വെള്ളം ഒന്ന് പാകത്തിന് നമുക്ക് ആ ചാറൊക്കെ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ ഒന്ന്, ഇപ്പോൾ നല്ല തിക്കായിട്ടല്ല ഇരിക്കുന്നത്, ഒന്നും കൂടെ ഒന്ന് ലൂസായിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു വട്ടം കൂടെ ജാറും അതിൻ്റെ അടുപ്പൊക്കെ കൂടെ ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കറിയുടെ ചാറൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട് നമ്മൾ, കാരണം കുറച്ച് ഉപ്പേ നമ്മൾ ചേർത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ആ മാങ്ങ കഷ്ണവും എല്ലാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല കുറുകിയൊക്കെ വരുന്നുണ്ട്. മാങ്ങ കഷ്ണമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. കാരണം നമ്മുടെ ചെമ്മീനും ഇതിൻ്റെ ഒപ്പം കിടന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ ആ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി അതിലോട്ട് പിടിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി നല്ല ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഈ സമയം ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആ ചെമ്മീനൊന്ന് വേവാൻ വേണ്ടി. ചെമ്മീൻ വേവുക മാത്രമല്ല, നമുക്ക് ആ മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് ആ ചെമ്മീനിലോട്ട് പിടിക്കുകയും വേണം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് ചെറു തീയിൽ ഒന്നും കൂടെ ഒന്ന് വേവിക്കാം കേട്ടോ. ഒരു 5 മുതൽ 10 മിനിറ്റ് വരേക്കും.
ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ തുറന്ന് നോക്കാം. അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞ തേങ്ങാപ്പാലാണെങ്കിൽ അത് ഒഴിക്കാം. ഞാനിവിടെ റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ തേങ്ങ പിഴിയാനൊന്നും ടൈം കിട്ടിയില്ല, പിന്നെ നമ്മുടെ അടുത്ത് ഫ്രഷ് തേങ്ങ ഇല്ലായിരുന്നു. നമ്മൾ ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ആ കുറുകി വന്ന കറിയിന് ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ലൂസാക്കി. ഇനി അധികം തിളയ്ക്കാൻ അനുവദിക്കരുത്, കാരണം നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോൾ അതിൻ്റെ രുചി അങ്ങോട്ട് ഒരുപാട് തിളച്ച് വരുമ്പോൾ പോകും. അപ്പോൾ ചെറു താളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കടുകൊക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ല കറക്റ്റ് പാകത്തിന് നല്ല ഗ്രേവിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീനൊക്കെ വെന്തു, നല്ല മാങ്ങയൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തു, നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇത് മൂപ്പിച്ചൊഴിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ച ശേഷം അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷം കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട്, കാശ്മീരി മുളക് പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മളുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് താളിച്ച് കറിയിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഇളക്കരുത്. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് മൂടി 5 മുതൽ 10 മിനിറ്റ് വരേക്കും കറി അങ്ങനെ തന്നെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മളൊന്ന് അതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഒരു പ്രത്യേക രസമായിട്ട് നമുക്ക് ആ കറി അങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പം തന്നെ അങ്ങോട്ട് ഇളക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതങ്ങ് പോകും, ഗുണം പോകും. അപ്പോൾ നമുക്കൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ എന്നാ രുചിയായിട്ട് ആ മണമൊക്കെ അങ്ങ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറുണ്ണാനൊക്കെ ഈ കറി മാത്രം മതി. നമുക്ക് എത്രമാത്രം ചോറ് വേണമെങ്കിലും ഈ കറി കൂട്ടി കഴിക്കാം കേട്ടോ. കാരണം അത്രയ്ക്കും രുചിയാണ്. നല്ല നാടൻ കറിയാണ്. നമ്മളെപ്പോഴും മിസ് ചെയ്യുന്ന അമ്മമാരുടെ കറിയാണ് ഇതൊക്കെ. ചക്കക്കുരു മാങ്ങ, ചെമ്മീനും മാങ്ങ, മുരിങ്ങാക്കോലും ചക്കക്കുരു മാങ്ങ, അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ നല്ല എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന കറികളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബായ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.